ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ കരുവന്നൂരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കണ്ണൂരിലെ കൊട്ടേഷൻ സംഘത്തിന്റെ പേരിൽ മാത്രമല്ല പാർട്ടിക്ക് ദുഷ്കീർത്തിയുള്ളത്. കണ്ണൂരെയും പാലക്കാട്ടെയും കൊല്ലത്തെയും 3 കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ആദ്യം കൊല്ലത്തെ തട്ടിപ്പിലേക്ക് വരാം. ആ തട്ടിപ്പിന്റെ തുടക്കം മാത്രമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കുന്നത് നന്നായിരിക്കും, പാർട്ടി നേതൃത്വം അടക്കം. ഉമയനെല്ലൂർ, മയ്യന്നൂർ, പിന്നെ ഒരു ബാങ്കും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ പദ്ധതിക്ക് അവിടെ തുടക്കമിട്ടിട്ടുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റാണ് തുടങ്ങുന്നത്. ഇതൊന്നും സഹകരണ മേഖലയെ സംബന്ധിച്ച് ചെയ്യേണ്ട പ്രവൃത്തികളല്ല. ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ടൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയും അത് എന്തൊക്കെ തട്ടിപ്പുകൾക്ക് വഴിവെക്കുകയും ചെയ്തു എന്നത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അപ്പോ കൊല്ലത്തും വരികയാണ് ഒരു സൂപ്പർ മാർക്കറ്റ്. അതൊരു മോളിന്റെ ഭാഗമായിട്ടാണ് വരാൻ പോകുന്നത്. ആ മോളിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഡ്രീംസ് എന്നാണ് ആ മോളിന് വരാൻ പോകുന്ന പേര്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ നിർമ്മാണ പ്രവൃത്തികളെല്ലാം ആർക്കാണ് നൽകിയിരിക്കുന്നത് എന്നതാണ്. ഒരു അത്ഭുതവും വേണ്ട, പാർട്ടിക്ക് പ്രിയപ്പെട്ട കൂട്ടർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ കോൺട്രാക്ട്, ഊരാളുങ്കലിന്. ഇപ്പോ ഈ ഉമയനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ഫത്തുഹുദ്ദീനാണ്, ഏരിയ കമ്മിറ്റി അംഗവുമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ തീവെട്ടിക്കൊള്ള നടക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ, പാർട്ടി നേതാക്കന്മാർ ഇനിയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ തെറ്റുതിരുത്തലിനായി വ്യഗ്രത പൂണ്ട് നടക്കുന്ന എം വി ഗോവിന്ദൻ അടിയന്തരമായി കൊല്ലം ജില്ലാ കമ്മിറ്റി സന്ദർശിക്കണം. ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടത്തണം, ഇടപെടൽ നടത്തണം. ഈ കാര്യങ്ങളെല്ലാം അവിടെ റദ്ദാക്കണം. അല്ലെങ്കിൽ ഈട് ഞങ്ങളെ കൊല്ലത്തും ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന വിലാപകാവ്യം എം വി ഗോവിന്ദൻ രചിക്കേണ്ടി വരും.